ജീവിതത്തിൽ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾക്ക് വളരെയധികം അത്യാവശ്യമുള്ളതാണ്. സോ ദിസ് വീഡിയോ ഈസ് ടെല്ലിംഗ് അബൌട്ട് ഹൗ ടു ബിക്കം എ ഡിസിപ്ലിൻഡ് പേഴ്സൺ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണിത്. അതിൽ ആദ്യത്തെ കാര്യം, നിങ്ങൾ രാവിലെ എണീക്കുന്ന സമയത്ത് എണീറ്റ് ഉടനെ ഫോൺ നോക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിർത്തുക. അനാവശ്യ കാര്യങ്ങൾ രാവിലെ തന്നെ ചിന്തിക്കാൻ തുടങ്ങുകയെന്നുണ്ടെങ്കിൽ അത് നിർത്തുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും നിൽക്കരുത്. ഇനി സ്റ്റെപ്പ് 2, നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ അഥവാ ജലദോഷം പനിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതല്ലാത്തപ്പോൾ മാക്സിമം കോൾഡ് വാട്ടർ ഷവർ അത് നിർബന്ധമാണ്. ഒരു കോൾഡ് ഷവർ എടുക്കുന്ന സമയത്ത് നമ്മളുടെ ബ്രെയിൻ നല്ല ആക്റ്റീവ് ആവും. ഇനി അടുത്ത കാര്യം, ക്രിയേറ്റ് എ ഡെയിലി ബാറ്റിൽ. അതായത് ജിമ്മിന് പോവുക, ഇനി എന്തെങ്കിലും സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതൊരു റൂട്ടീനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഡോപ്പമിൻ വർദ്ധിക്കും. നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ഓവർ തിങ്കിങ്ങും കുറഞ്ഞു കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പ്, കൺട്രോൾ യുവർ മൈൻഡ്, കൺട്രോൾ യുവർ ഫീഡ്. അതായത് നിങ്ങൾ എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതൊക്കെ നിങ്ങളുടെ റിയാലിറ്റി ഷേപ്പ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ആയിരിക്കും റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ മാക്സിമം നിങ്ങൾ നെഗറ്റിവിറ്റി ഒഴിവാക്കിയിട്ട് പോസിറ്റിവിറ്റിയിലേക്ക് പോകാൻ നോക്കുക. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, പണിഷ് യുവർ ലേസിനെസ് ഇമ്മീഡിയറ്റ്ലി. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉടനടി തന്നെ ചെയ്ത് തീർക്കാൻ നോക്കുക. കുറച്ച് കഷ്ടം തോന്നും എങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് ഒരു സ്കിപ്പ് ചെയ്യാനുള്ള ആ ഒരു മനസ്സ് വരില്ല. എല്ലാം അപ്പം തന്നെ ചെയ്ത് തീർത്തോളും. അങ്ങനെ തന്നെ ആയി തീർന്നോളും. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, കൺട്രോൾ യുവർ ഇമോഷൻസ്. പെട്ടെന്ന് സങ്കടം വരിക, പെട്ടെന്ന് സഹതാപം തോന്നുക, പെട്ടെന്ന് ദേഷ്യം വരിക, ഇങ്ങനത്തെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കാൻ ശ്രമിക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് പറഞ്ഞുതരാം. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നിങ്ങൾ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് എന്നുള്ളത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാനും അതിനൊക്കെ മാറ്റി നിർത്താനും ഒരു കഴിവുണ്ടാവണം. സോ നിങ്ങളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വെച്ചിരുത്തരുത്. ഡിസിപ്ലിൻ ലൈഫിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ഉണ്ടാവും, നല്ല നല്ല മാറ്റങ്ങൾ. അപ്പോൾ അത് ലൈഫിൽ സക്സസ്സിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റങ്ങളാണ്. അത്തരത്തിലുള്ള വലിയ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നത് ഞാൻ എൻ്റെ ലൈഫിലേക്ക് ഡിസിപ്ലിൻ കൊണ്ടുവന്നത് കൊണ്ടാണ്. സോ അതാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം. ഇനി ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോയ്ക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.